അമേരിക്കയിലേക്ക് പോയാൽ അവിടെ ഒരു കുഞ്ഞിന് വേണ്ടി ഒരു അമ്മയും അച്ഛനും ഒക്കെ നടത്തിയ തിരച്ചിലിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ടെന്നീസിൽ ഭയങ്കര ശക്തമായ ചുഴലിക്കാറ്റുണ്ടായി. 4 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞ് അത്ഭുതകരമായി ആ ഒരു പ്രകൃതിക്ഷോഭത്തിൽ നിന്ന് രക്ഷപ്പെട്ട കഥയാണിത്. ശക്തമായി കാറ്റിൽ വീട് 2ആയി പിളർന്നുപോയി. കുഞ്ഞ് കിടന്നിരുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, അതങ്ങ് പറന്നുപോയി. ഈ ബാസ്ക്കറ്റ് പിടിച്ച് രക്ഷിക്കാനൊക്കെ അച്ഛൻ ശ്രമിച്ചു. പക്ഷെ അച്ഛനും കാറ്റിൻ്റെ ശക്തിയിൽ തെറിച്ചു വീഴുകയാണ് ഉണ്ടായത്. കാറ്റ് ശമിച്ചപ്പോൾ അമ്മ കുഞ്ഞിനെ തേടി ഇറങ്ങി. ഒരു പ്രതീക്ഷ സത്യത്തിൽ അവർക്കുണ്ടായിരുന്നില്ല, കുഞ്ഞിനെ കിട്ടുമെന്ന് അങ്ങനെയൊന്നും കരുതിയതല്ല. പക്ഷേ ഒരു മരത്തിൻ്റെ മുകളിൽ ആ കുഞ്ഞങ്ങനെ ജീവനോടെ അവരെ കാത്ത് കിടക്കുകയായിരുന്നു. അനഘ പ്രകാശ് നമ്മളോട് പറയാം. അനഘ, നമ്മൾ ആദ്യം കാണിച്ച വാർത്ത മറ്റൊരാളുമായുള്ള സ്വസ്ഥമായ ജീവിതത്തിന് തടസ്സമാകുമെന്ന് കരുതി സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നു നോക്കി നിന്ന ഒരു അമ്മയെക്കുറിച്ചാണെങ്കിൽ ഇത് പ്രകൃതിക്ഷോഭത്തിൽ കുഞ്ഞകന്നുപോയി എന്ന് കരുതി വേദനയോടെ ആ കുഞ്ഞിന് വേണ്ടി തിരച്ചിൽ നടത്തിയ ഒരു അമ്മയാണ്. എങ്ങനെയാണ് ആ കുഞ്ഞിനെ കിട്ടിയത്? എത്ര സമയം കൊണ്ട് ഒരു വീണ്ടുമുള്ള ഒരുമ സാധ്യമായി? ദിവീഷ് പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ കേട്ട കഥ ഒരു കുഞ്ഞ്, തൻ്റെ സ്വന്തം കുഞ്ഞ് മരിക്കാൻ കൂട്ടുനിന്ന ഒരു അമ്മയുടെ കഥയാണെങ്കിൽ ഇവിടെ US ടെന്നസിയിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരിക്കുകയും ആ കുഞ്ഞിനായി ഒരു കുടുംബം നടത്തുന്ന തിരച്ചിലും അവസാനം വളരെ സന്തോഷത്തോടുകൂടി ആ കുഞ്ഞിന് ഒരു കാര്യമായ പരിക്കുകളൊന്നും ഇല്ലാതെ തിരിച്ച് കിട്ടുന്ന ഒരു സന്തോഷ വാർത്തയാണ് ഇപ്പോൾ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. അതായത് അവിടെ വലിയൊരു ചുഴലിക്കാറ്റുണ്ടാവുകയാണ്. അപ്പോൾ അതേസമയം കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും, കുഞ്ഞിനൊരു ജ്യേഷ്ഠനുണ്ട്, അതും 1 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് തന്നെയാണ്. അപ്പോൾ ഇവർ താമസിച്ചിരുന്ന ഒരു താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു വീട്ടിലായിരുന്നു. നമുക്കറിയാം വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഇവിടത്തേതുപോലെ ഒരു സ്ഥിര പാർപ്പിട സംവിധാനമായിരിക്കില്ല എല്ലായിടത്തും. ചിലപ്പോൾ താൽക്കാലികമായി നിർമ്മിച്ച ചില കെട്ടിടങ്ങളൊക്കെ ഉണ്ടാകും. അത് അത്ര ഉറപ്പേ കാണുകയുള്ളൂ, അത്ര വലിയ ഉറപ്പോ ഒന്നും ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഈ ചുഴലിക്കാറ്റ് വന്നപ്പോൾ ഈ വീടിൻ്റെ മേൽക്കൂര 2ആയി പിളർന്നു പോവുകയാണ്. പിളർന്നു പോവുകയും ഈ കുഞ്ഞ് ഒരു ബാസ്ക്കറ്റിലാണ് കുഞ്ഞിനെ കിടത്തിയിരുന്നത്, ഒരു തൊട്ടിൽ പോലത്തെ ഒരു സംവിധാനം. ഈ ബാസ്ക്കറ്റോട് കൂടി ഈ ചുഴലിക്കാറ്റ് വലിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് കുഞ്ഞിനെ. അപ്പോൾ ഈ കുട്ടിയുടെ അച്ഛൻ കുഞ്ഞിനെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ചുമരിടിഞ്ഞു വീണ് അച്ഛന് ഗുരുതരമായി പരിക്കേൽക്കുകയാണ്. അച്ഛൻ പറയുന്നുണ്ട്, എനിക്ക് ശ്വാസം എടുക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അപ്പം മറ്റൊരു കുഞ്ഞുണ്ട്, അമ്മയും, ഇവരെല്ലാവരും കുഞ്ഞിനെ നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ദുഃഖത്തിൽ തന്നെ ഇരിക്കുകയാണ്. എല്ലാം കഴിഞ്ഞ് ചുഴലിക്കാറ്റൊക്കെ ഒടുങ്ങി ഇവർ പുറത്തിറങ്ങി തിരച്ചിൽ നടത്തുമ്പോൾ കാണുന്നത് ഒരു മരക്കൊമ്പിൽ ഈ കുഞ്ഞ് ഈ തൊട്ടിലോട് കൂടി തന്നെ സുരക്ഷിതയായി ഇരിക്കുന്നു എന്നുള്ളതാണ്. അതും കാര്യമായ പരിക്കുകളൊന്നും തന്നെ ഇല്ല. ഒരു പ്രകൃതിയും ആ കുഞ്ഞിനെ തണലേകി ഈ വലിയൊരു ദുരന്തത്തിനിടയിൽ എന്ന് നമുക്ക് പറയത്തക്ക വിധത്തിലുള്ള വളരെ ഒരു സന്തോഷം നിറഞ്ഞൊരു വാർത്തയാണ് കുടുംബത്തിനും പിന്നീട് അതുവഴി സമൂഹ മാധ്യമങ്ങൾ വഴി ലോകത്തിനും അറിയാൻ സാധിച്ചത്. എന്തായാലും വലിയൊരു ദുരന്തമുണ്ട്, കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ ആ കുഞ്ഞിനെ തേടിയുള്ള യാത്രയിൽ കുഞ്ഞിനെ കിട്ടുക, അതിൽ ഒരു സന്തോഷം ഇനി അവർ ജീവിതകാലത്ത് അനുഭവിക്കാനും ഇടയില്ല അല്ലെ? ആ ഒരു നിമിഷത്തിലെ ഒരു സന്തോഷം.